മികച്ച വിളവ് ലക്ഷ്യമിട്ട് പാവയ്ക്ക കൃഷി ഇറക്കിയ ഇടുക്കിയിലെ കർഷകർക്ക് ഇരുട്ടടിയായി രോഗബാധ. കായ്മുരടിപ്പും ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞപ്പ് ബാധയുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് രോഗബാധ മൂലം നശിച്ചത്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, പൊന്നാമല, പെരിഞ്ചാംകുട്ടി മേഖലയിലെ നിരവധി കർഷകരാണ് ഇത്തവണ പാവയ്ക്ക കൃഷിയിലേക്ക് തിരിഞ്ഞത്. ലോണെടുത്തും മറ്റുമാണ് പലരും കൃഷി ഇറക്കിയത്. ആദ്യ വിളവെടുപ്പ് ഓണം വിപണി ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ പൊടുന്നനെയുണ്ടായ രോഗബാധകളാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. പാവലിന്റെ ചെടിയിലും തണ്ടിലുമുണ്ടായ ചീയൽ രോഗബാധയെ തുടർന്ന് വ്യാപകമായി ഇലയിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചു. ഇത്തരത്തിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ഇലകൾ പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി കായ് ഫലം കുറഞ്ഞു. ഇതിനു പിന്നാലെ ഉണ്ടാകുന്ന കായിൽ മുരടിപ്പ് രോഗം കൂടി പിടിപെട്ടതോടെ വിളവെടുപ്പ് പ്രതിസന്ധിയിലായി. പാവയ്ക്കയുടെ മുള്ളുകളിൽ മുരടിപ്പ് പിടിപെടുന്നതോടെ കായ വലുതാകാതെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം കർഷകർക്കുണ്ടായത്. ഇപ്പൊ പാവലിന്റെ മെയിൻ ആയിട്ടുള്ള കേടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇല പഴുത്തു പോവുക, അതുപോലെ കായല് മഴ കൂടി കഴിയുമ്പോഴത്തേനും കാ ചീഞ്ഞ് കഴിഞ്ഞ് മുള്ളു ചെയ്യുക, എന്നിട്ട് ആ പാവയ്ക്ക അങ്ങ് കേടായി പോവുക. അത് എടുക്കുകയല്ല, മാർക്കറ്റിൽ കൊണ്ടുപോയാലും അങ്ങനെയുള്ള കേടുകളാണ് കൂടുതലും കാണുന്നത്. പിന്നെ തലയ്ക്കാൻ മരടിക്കുന്ന ഒരു കേടുണ്ട്. ഈ തലയ്ക്കാൻ വന്നു മുരടിച്ച് നിൽക്കും. അതിന് പിന്നെ മരുന്നൊക്കെ അടിച്ച് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കൃഷിവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി. മണ്ണിന്റെ പ്രശ്നമാണെന്നും ചെടികൾ പിഴുതുമാറ്റുവാനുമാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത്. ലക്ഷങ്ങൾ മുടക്കിയ കൃഷിയായതിനാൽ തന്നെ ചെടി പിഴുതുകളയാതെ ലഭിക്കുന്ന കായെടുത്ത് വിൽപ്പന നടത്തി വലിയ നഷ്ടത്തിൽ നിന്നും കരകയറാനാണ് മിക്ക കർഷകരും തയ്യാറെടുക്കുന്നത്. ജനം, ഇടുക്കി.